അതെ, ഞങ്ങൾ അങ്ങോട്ട് 2 ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം തന്നാ മതി. എന്താണാവോ നിങ്ങളുടെ ആ ചോദ്യം? പറയാം. അപ്പോൾ ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിവാദം നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നടക്കുന്ന മറ്റൊരു വിവാദമാണ് ഈ ഗീതു മോഹൻദാസും അല്ലെങ്കിൽ ടോക്സിക്കിന്റെ സിനിമയും ആൻഡ് ശ്രീവിരുദ്ധതയും. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഗീതു മോഹൻദാസ് അടക്കമുള്ള ഫെമിനിസ്റ്റ് നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ബാക്കിയുള്ളവർക്കൊന്നും ആകാൻ പാടില്ല, തങ്ങൾക്ക് എന്തും ആകാന്നുള്ളതാണ്. മമ്മൂട്ടി എന്ന നമ്മുടെ മഹാനടൻ കസബ സിനിമയിൽ ഒരു ഡയറക്ടർ എഴുതി കൊടുത്ത ഡയലോഗ് പറഞ്ഞപ്പോൾ മമ്മൂക്കയെ ആക്രമിക്കാൻ നമ്മുടെ ആൾക്കാർക്ക് ഒരു മടിയും കണ്ടില്ല. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഇനി ഇതിന്റെ വീഡിയോ ഉണ്ട് കാണോ? You would all know ഏത് സിനിമയാണ്. I wouldn't want to say it. And one of പുറകെ ഞങ്ങളുണ്ട്. and one of Kasaba. പറ്റിപ്പോയി സാർ. ടോക്സിക് സിനിമയിൽ ഏറ്റവും ലൈംഗികോദ്ദീപകമായ ചിത്രങ്ങളും വ്യത്യസ്ത ക്യാമറ ആംഗിളുകളും അതിൽ സ്ത്രീയുടെ കാര്യം പറയുമ്പോഴും അത് സ്ത്രീ വിരുദ്ധതയല്ല. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്ന്. ഗീതു മോഹൻദാസ് ചെയ്താൽ അത് സ്ത്രീ വിമോചനമാണ്. മമ്മൂട്ടി പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് സ്ത്രീ വിരുദ്ധമാണ്. ഗീതു മോഹൻദാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുരോഗമനപരവും ഫെമിനിസവും അത് സ്ത്രീകളെ മഹത്വവൽക്കരിക്കാനും ഉള്ളതാണ്. ഇനി അത് ടോക്സിക് മാസ്കുലിനിറ്റിക്കെതിരെയുള്ള സിനിമയായിട്ട് പോലും പറയും. ആ തേണ്ടി തൊലി ഒരിക്കയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? യഥാർത്ഥത്തിൽ യശ് അതിലൊരു ടോക്സിക് ഫെമിനിസ്റ്റ് ആയിട്ടാണ് അഭിനയിച്ചെന്ന് വരെ നമ്മുടെ സ്ത്രീപക്ഷവാദികൾ പറയും. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഇവിടെയാണ് ചിലപ്പോഴെങ്കിലും ഇരട്ടത്താപ്പ്. പുരുഷൻ എന്ത് ചെയ്താലും തെറ്റാണ്, സ്ത്രീ എന്ത് ചെയ്താലും ശരിയാണെന്നുള്ളത്. വനിതാ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞാൽ ഈർക്കിൽ സംഘടന ഉണ്ടെന്ന് കരുതി സകല പുരുഷന്മാരെ കയറി ഭരിക്കാമെന്ന് കരുതണ്ട. നേരെ തിരിഞ്ഞ് ഞാൻ എൻ്റെ കൂടെയുള്ള ആണുങ്ങളോട് പറയാറുള്ളത്, ഇല ചെന്ന് മുള്ളി വീണാലും മുള്ളി ചെന്ന് ഇല വീണാലും നമ്മളാണ് ജയിലിൽ പോകേണ്ടി വരിക. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കണം. ഇതേ പെശക് സ്ഥലമാണ്, എല്ലാവരും സ്വയം സൂക്ഷിച്ചോളണം. നമ്മളൊക്കെ ചെറുപ്പോ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും മുള്ളിനാണ് കേട്, മോനോടിഞ്ഞു പോവും. ടോക്സിക് യശ് ഒരു സൂപ്പർ സ്റ്റാർ ആണ്. KGF-ന്റെ ഒക്കെ ആ മോഡലിൽ എടുത്തതായിരിക്കും. പക്ഷേ ഈ സ്ത്രീ വിരുദ്ധത എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരെ ആക്രമിക്കുമ്പോൾ എന്നെങ്കിലും ഇത് തിരിഞ്ഞു കുത്തും എന്ന് മറക്കരുത്. പ്രത്യേകിച്ച് ഈ കുത്തിപ്പൊക്കലുകളുടെ കാലമാണ്. ഈശ്വരാ, എന്റെ കഷ്ടകാലത്തിനാ ഇങ്ങനെ ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയത്. അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല അല്ലേ? അപ്പൊ പിന്നെ പോട്ടെ സ്വാമി, പോവാനാ.